ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് വേണം കഴിക്കാനായിട്ട്. ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 2 ഉരുളക്കിഴങ്ങാണ് തൊലി കളഞ്ഞ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ചെറുതാക്കി ഒന്ന് ചീകി എടുക്കണം. അപ്പോൾ അതാ 2 എണ്ണം ചീകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത് മുങ്ങിക്കെടുക്കണ പരുവത്തിന് വെള്ളം ഒഴിച്ച് വെക്കാനായിട്ട് 2 മിനിറ്റ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുക. എന്നിട്ട് നല്ലപോലെ ഇതേപോലെ കഴുകിയിട്ട് അത് നല്ലപോലെ പിഴിഞ്ഞിട്ട് എടുക്കണം. വെള്ളം ഒട്ടും ഇല്ലാതെ പിഴിഞ്ഞെടുക്കണം. ഇതിപ്പോൾ വെള്ളം ഒട്ടും ഇല്ലാതെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ നൈസാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില. ഇനി ഒരു വലിയ പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ചീകി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചീകിയ പാടെ ഇട്ട് കൊടുക്കരുത്. നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ അളവ് ഒത്തിരി കൂട്ടി കൊടുക്കരുത്. കൂടുതലായിട്ടും വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഉള്ളിയുടെ അളവ് കുറച്ച് കൊടുക്കണം. അതിലേക്ക് ഇഞ്ചി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കാം. കറിവേപ്പില. ഇനി ഇതിലേക്ക് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ നൈസ് അരിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് ക്രഷ് ചെയ്തത്. ആവശ്യത്തിനുള്ള ഉപ്പ്. 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം കൂടി ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. സ്പൂണൊന്നും വെച്ചിട്ട് കുഴച്ചെടുക്കരുത്. കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുമ്പോൾ എല്ലാ വസ്തിക്കും ഒരേപോലെ ഈ മാവെല്ലാം ആവുള്ളൂ. നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഒരു 5 മിനിറ്റ് എല്ലാം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് അതിനുശേഷം ഇത് ചുട്ടെടുക്കുക. ഇത് വറുത്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒത്തിരി കട്ടിക്കല്ല എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ലപോലെ ക്രിസ്പി ആയിട്ട് വരും. ഒത്തിരി കട്ടിക്കാവുമ്പോൾ ഉള്ളിലേക്കൊന്നും അത്ര അധികം വേവത്തില്ല. ഇത്ര ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ഇങ്ങനെ ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ചായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലപോലെ എണ്ണ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിനെല്ലാം ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. ഇപ്പം നല്ലപോലെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ ഇതിനെ കോരിയെടുക്കാം. അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ മൊരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അത്യാവശ്യം നല്ലപോലെ എണ്ണ ചൂടായി കൊണ്ടിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൊരിഞ്ഞ് വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ മൊരിച്ചെടുക്കാനായിട്ടും. അപ്പോൾ അതെല്ലാം ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മാവ് ഒത്തിരി കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് മൈദപ്പൊടിയുടെ അളവ് എപ്പോഴും കുറച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പം എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്സാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.